എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റുകൾ എന്നിവയെല്ലാം നമുക്ക് എങ്ങനെയാണ് SD കാർഡിലേക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു ഉപകാരം കൂടെയുണ്ട്. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫ്രീ ആകുകയും ഫോൺ വളരെ സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ ഫോണിലുള്ള ഫയൽസ് എല്ലാം SD കാർഡിലേക്ക് നീക്കം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് ഫുള്ളായി കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും മറ്റു ഫയൽസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് SD കാർഡിലേക്ക് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും, അതായത് വീഡിയോസ്, ഫോട്ടോസ്, ഡോക്യുമെൻ്റ്, പിന്നെ വോയിസ് മെസ്സേജുകൾ, ഇതെല്ലാം നമുക്ക് SD കാർഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് മാറ്റുന്നതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോണിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു ഫയൽ മാനേജർ ഉണ്ടായിരിക്കുന്നതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ആ ഫയൽ മാനേജർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഫയൽസ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് 2 ടാബ് കാണാവുന്നതാണ്. ഒന്ന് ഡിവൈസ് സ്റ്റോറേജ്, മറ്റൊന്ന് SD കാർഡ് എന്നുള്ളതാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ക്ലൗഡ് ഡ്രൈവ് എന്നുള്ള ഒരു ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യം ഈ ഡിവൈസ് സ്റ്റോറേജും SD കാർഡുമാണ്. ഇവിടെ ഡിവൈസ് സ്റ്റോറേജിൻ്റെ ടാബിൻ്റെ താഴ്ഭാഗത്തായിട്ടും SD കാർഡ് സ്റ്റോറേജിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഒരു നീല വര കാണാവുന്നതാണ്. ഈ ഡിവൈസ് സ്റ്റോറേജിലും SD കാർഡിലും എന്തോരെ മെമ്മറി സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തോരെ ബാക്കിയുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനാണ് ആ നീല വര മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൽ എത്രയധികം സ്റ്റോറേജ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ SD കാർഡിലെയും സ്റ്റോറേജ് എന്തോരെയുണ്ടെന്ന് നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള എൻ്റെ ഫോണിലെ ഈ ഒരു ടാബിൽ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഏകദേശം തീരാറായിരിക്കുകയാണ്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള ഫയൽസ് എല്ലാം നമുക്ക് SD കാർഡിലേക്ക് മാറ്റേണ്ടതാണ്. SD കാർഡിൽ ഇവിടെ നമുക്ക് SD കാർഡിൽ അധികം സ്റ്റോറേജ് ഒന്നും ഫുള്ളായിട്ടില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ മാർക്കിംഗ് കാണാവുന്നതാണ്. അപ്പം ഡിവൈസ് സ്റ്റോറേജിലുള്ള എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള ഫയൽസ് കുറേ SD കാർഡിലേക്ക് നമുക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് SD കാർഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ SD കാർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം ഫോൾഡറുകൾ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ടുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതാണ്, ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നതാണ്. അതിൽ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആദ്യമത്തെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ന്യൂ ഫോൾഡർ, അതിന് താഴ്ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്നുള്ള 3 ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് SD കാർഡിലൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ SD കാർഡിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ SD കാർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ OK എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്, ഇവിടെ SD കാർഡ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല, നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് പുറകോട്ട് വരിക. ഇതിപ്പോൾ SD കാർഡിൽ നിന്നാണ് നമ്മൾ പുറകോട്ട് വരുന്നത്. SD കാർഡിൽ നമ്മൾ പുറകോട്ട് വന്നു.
അതിനുശേഷം നമ്മൾ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജാണ്. ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഫോൾഡർ കാണാവുന്നതാണ്. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ എന്നുള്ള ഒരു ഫോൾഡർ കാണാവുന്നതാണ്. 3 ഫോൾഡറാണ്. അതിൽ മീഡിയ എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ കുറേ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കോം വാട്സാപ്പ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം വാട്സാപ്പ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ അടുത്ത സ്ക്രീനിൽ ഇവിടെ ധാരാളം ഫോൾഡറുകൾ കാണാവുന്നതാണ്. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള മീഡിയ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും PDF ഫയലുകളും എല്ലാം നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ള പല ഫോൾഡറുകളായിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാവുന്നതാണ്. സ്ക്രീനിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ ഒരു ഐ ബട്ടൺ വരുന്നതാണ്. ആ ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാവുന്നതാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വാട്സാപ്പിൽ തന്നെ വന്നിരിക്കുന്ന വോയിസ് മെസ്സേജുകൾ നമുക്ക് SD കാർഡിലേക്ക് മാറ്റാവുന്നതാണ്. അതിനെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ വാട്സാപ്പ് ഓഡിയോ എന്നുള്ളൊരു ഫോൾഡർ കാണാവുന്നതാണ്. അത് നമ്മൾ വാട്സാപ്പിൽ നമ്മൾ അയച്ച മെസ്സേജ്, നമുക്ക് വന്ന മെസ്സേജുകളെല്ലാം വന്ന് കിടക്കുന്ന വോയിസ് മെസ്സേജുകളെല്ലാം വന്ന് കിടക്കുന്ന ഒരു ഫോൾഡറാണ്. ആ ഫോൾഡറിലുള്ള നമ്മുടെ വോയിസ് മെസ്സേജുകളെല്ലാം നമുക്ക് SD കാർഡിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന SD കാർഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വാട്സാപ്പ് ഓഡിയോ എന്നുള്ള ഈ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ധാരാളം വോയിസ് മെസ്സേജുകൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാടുണ്ട്. നമുക്കിങ്ങനെ ഓടിച്ചു പോയാൽ ഒരുപാടുണ്ട്. എല്ലാം നമുക്ക് കേട്ടിട്ട് ഡിലീറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കുകയും കൂടെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈ വോയിസ് മെസ്സേജുകളെല്ലാം നമുക്ക് SD കാർഡിലേക്ക്, SD കാർഡിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത SD കാർഡ് എന്ന ഫോൾഡറിലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ഈ SD കാർഡിലേക്ക് ഈ വോയിസ് മെസ്സേജുകളെല്ലാം നീക്കേണ്ടതാണ്. അങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വോയിസ് മെസ്സേജുകൾ അപ്പോൾ അത് നമുക്ക് പിന്നെ SD കാർഡിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സൗകര്യാർത്ഥം കേട്ട് നമുക്ക് SD കാർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസിനും ഒരു അല്പം ഫ്രീ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വോയിസ് മെസ്സേജുകളെല്ലാം നമ്മുടെ SD കാർഡിലുള്ള SD കാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡറിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരു വോയിസ് മെസ്സേജ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ആ വോയിസ് മെസ്സേജിന് ഒരു ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ടിക്ക് മാർക്ക് ഇടാനുള്ള ഒരു കോളം കൂടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ കോളത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാ വോയിസ് മെസ്സേജുകളും അവിടെ സെലക്ട് ആകുന്നതാണ്. ഇവിടെ ഇപ്പോൾ കണ്ടോണം, ഞാനിപ്പോൾ ആ ഏറ്റവും മുകളിലുള്ള ആ ടിക്ക് മാർക്ക് കൊടുക്കേണ്ട കോളം ഞാൻ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വോയിസ് മെസ്സേജുകളും ഇവിടെ നമുക്ക് സെലക്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ് SD കാർഡിലേക്ക്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് 2 ഫോൾഡറുകളും സെലക്ട് ആയിരിക്കുകയാണ്. അത് നമുക്ക് SD കാർഡിലേക്ക് മൂവ് ആകണ്ട എന്നുള്ളതുകൊണ്ട് അത് അൺമാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നടുക്കായിട്ട് മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒന്ന് ഷെയർ, ഒന്ന് ടാപ്പ്, മറ്റൊന്ന് മൂവ്, മറ്റൊന്ന് ഡിലീറ്റ് എന്നിങ്ങനെ കുറേ ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ SD കാർഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്.
അപ്പം നമ്മൾക്കിവിടെ വേണ്ടത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് മൂവ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിൽ ഡിവൈസ് സ്റ്റോറേജ്, SD കാർഡ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ SD കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ SD കാർഡ് ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. SD കാർഡിൽ നമുക്ക് മുൻപ് SD കാർഡിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോൾഡറിൽ ഒന്നും തന്നെയില്ല. ഇനി നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള മൂവ് ടു ഹിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ആ വോയിസ് മെസ്സേജുകളെല്ലാം നമ്മുടെ SD കാർഡിലേക്ക് മൂവ് ആകുന്നതാണ്. ഇവിടെ ഞാൻ ആ ഓപ്ഷൻ പ്രസ് ചെയ്തു. അതോടുകൂടി ഈ വോയിസ് മെസ്സേജുകളെല്ലാം SD കാർഡിലേക്ക് മൂവ് ആകുന്ന ഒരു പോപ്പ് വിൻഡോ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി നമ്മുടെ മൊബൈലിലുള്ള വോയിസ് മെസ്സേജുകളെല്ലാം SD കാർഡിലേക്ക് മൂവ് ആകുന്നതായിട്ട് ഈ പോപ്പ് വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഫോണിലുള്ള ഈ വോയിസ് മെസ്സേജുകളെല്ലാം നമ്മുടെ SD കാർഡിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് SD കാർഡിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിവിടുന്ന് മൂവ് ചെയ്യിപ്പിച്ച ഫയലുകളെല്ലാം SD കാർഡിലെ SD കാർഡ് എന്നുള്ള ഫോൾഡറിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫോൾഡർ വീതം പുറകോട്ട് വരികയാണ്. അതിനുശേഷം നമുക്കിവിടെ SD കാർഡിൻ്റെ ടാബ് ഓപ്പൺ ചെയ്യാം. SD കാർഡിൻ്റെ ടാബ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം SD കാർഡ് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ SD കാർഡ് എന്നുള്ള ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ കിടന്ന വോയിസ് മെസ്സേജുകളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെയുള്ള SD കാർഡിലെ SD കാർഡ് എന്ന് പേരുള്ള ഫോൾഡറിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വോയിസ് മെസ്സേജുകളെല്ലാം ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോണിലുള്ള ഫയൽസും വീഡിയോസും ഫോട്ടോസും എല്ലാ ഫയലുകളും നമുക്ക് SD കാർഡിലേക്ക് മാറ്റാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.